ഹലോ ഓൾ. ക്രിസ്മസ് സീസൺ ആണ് അല്ലേ? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു മന്താണ് ഡിസംബർ എന്ന് പറയുന്നത്. കാരണം നല്ല രസമാണ് നമ്മുടെ ചുറ്റുപാടൊക്കെ കാണാനായിട്ട്, ലൈറ്റ്സും സ്റ്റാർസും ഒക്കെ ആയിട്ട്. പക്ഷെ ക്രിസ്മസ് എന്ന് പറയാൻ നേരത്ത് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് എന്താണ്? കേക്കാണ് അല്ലേ? കേക്കിൻ്റെയും വൈൻ്റെയും ഒരു പ്രത്യേക കാലം തന്നെയാണിത്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലം കേക്ക്സ് ഒക്കെ കിട്ടുന്ന ഒരു സീസണാണ് ക്രിസ്മസ് സീസൺ എന്ന് പറയുന്നത്. നമുക്കിന്ന് ഒരു കേക്ക് ബേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ? അപ്പോൾ അതിലൂടെ കുറച്ച് ഇംഗ്ലീഷും ആയാലോ? നല്ലതായിരിക്കും അല്ലേ? നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കുറച്ച് ബേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസും ടൂൾസിനെ കുറിച്ചൊക്കെയാണ്. അതിന് യൂസ് ചെയ്യുന്ന യൂട്ടൻസിൽസ് ഒക്കെ അറിയാൻ നിങ്ങൾക്ക് ഒരു താല്പര്യമില്ലേ? അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് കേക്ക് വീട്ടിലൊന്ന് പരീക്ഷിക്കുകയും ചെയ്യാം. അപ്പം എന്താണെങ്കിലും ഞാനല്ല നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത്. എൻ്റെ ഒപ്പം ഒരു ബേക്കറുണ്ട്, ഒരു ഹോം ബേക്കറാണ്. ആളുടെ പേര് അശ്വതി എന്നാണ്. നമുക്ക് അശ്വതിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചാലോ? വെൽക്കം അശ്വതി. Hi Shruti. Welcome to English Ladder, Ashwati. Thank you so much for coming. Hi, pleasure. അശ്വതി ആണ് വരുന്നതെന്ന് പറഞ്ഞു. അശ്വതിന്റെ വളരെ നല്ലൊരു സുഹൃത്താണ്. ആളൊരു ഹോം ബേക്കർ ആണ്. ആളെക്കുറിച്ച് ഞാൻ വലിയ ഡീറ്റെയിൽസ് ഒന്നും തന്നില്ല അല്ലേ? ആളുടെ പേജ് നിങ്ങൾക്ക് കയറുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ലവ് ബേക്സ് എന്ന് നോക്കിയാൽ മതി. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബേക്കറാണ് ആള്. അപ്പം ആളുടെ നിന്ന് തന്നെ ഞാൻ കുറച്ച് ടിപ്സ് ഒക്കെ അടിച്ചു മാറ്റാലോ എന്ന് ഓർത്തിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാമല്ലോ. ആ ഒരു ഇതിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ അശ്വതി, ഇന്ന് നമുക്ക് എന്ത് കേക്കാണ് ഉണ്ടാക്കി തരാൻ പോകുന്നത്? ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പൊ നമുക്ക് ക്രിസ്മസ് തീമില് ഒരു നോർമൽ വാനില സ്പഞ്ച് നമുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പൊ നമുക്ക് അതിലേക്ക് പോയാലോ അശ്വതി? ഉറപ്പായിട്ടും. ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മൾ പോവാണ്. അതിനു മുമ്പ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, നമ്മളൊരു കാര്യം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പം അശ്വതി നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പൊ പറഞ്ഞു തരാൻ പോകുന്നത്. അശ്വതി, നമുക്ക് ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത്? നമുക്ക് ഇപ്പോൾ ഒരു നോർമൽ ഒരു വാനില സ്പഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. 1 kg വാനില സ്പഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും ആവശ്യമാണ്, അതുപോലെ തന്നെ വെറ്റ് ഇൻഗ്രീഡിയൻസും ആവശ്യമാണ്. അപ്പോൾ 1 kg കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത്രയും സാധനങ്ങൾ മതി? യെസ്, 1 kg കേക്കിന്റെ സ്പഞ്ച് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത്രയും സാധനങ്ങൾ മതി. ഓ വാവ്. നമ്മളിപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും പറഞ്ഞല്ലോ. അപ്പൊ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നമുക്ക് വേണ്ടത് ഈ 3 ഐറ്റം ആണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ ആണിത്, മൈദ. 1 കപ്പ് പൗഡേർഡ് ഷുഗർ ആണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ്. 1 ടീസ്പൂൺ ആണ് അല്ലേ? ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ ആണ്. ഓക്കെ. ഇത് 3 ആണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ്. ഓക്കെ. അതിൽ നമുക്ക് വരുന്നത് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആണ്, വെജിറ്റബിൾ ഓയിൽ. ഓക്കെ, വെജിറ്റബിൾ ഓയിൽ ആണ്. 1/4 കപ്പ് മിൽക്ക് ആണ് വരുന്നത്, ഓക്കെ. നോർമൽ ടെമ്പറേച്ചറിലുള്ള മിൽക്ക്. റൂം ടെമ്പറേച്ചറിലുള്ളത്. 1 ടീസ്പൂൺ വാനില എസൻസ് ആൻഡ് 4 eggs. 4 eggs വേണം നമുക്ക്. 4 eggs വേണം for 1 kg കേക്കിന്. അതുപോലെ ഇത് ടേബിൾ സ്പൂൺ ആണ് നമുക്ക് ഓയിൽ വേണ്ടത്. അത് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ. ഓക്കെ. അതുപോലെ തന്നെ അപ്പം വാനില എസൻസ് വരുന്നത് 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ ആണ്. അപ്പം ഇത് രണ്ടും ടീസ്പൂൺ ആണ്. ഓയിൽ വന്നിട്ട് നമുക്ക് വേണ്ടത് ടേബിൾ സ്പൂൺ ആണ്. അപ്പം ഇൻഗ്രീഡിയൻസ് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായില്ലേ? ഇനി ഇത് കമ്പൈൻ ചെയ്യാനായിട്ട് എന്തൊക്കെ ബേക്കിംഗ് ടൂൾസ് ആണ് വേണ്ടതെന്ന് നമുക്ക് അശ്വതിയോട് ചോദിച്ചാലോ? എന്തൊക്കെ ടൂൾസ് ആണ് അശ്വതി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത്? നമുക്കിപ്പോ ഈ ബേക്കിംഗ് പൗഡറും ഈ ഫ്ലവറും കൂടിയാണ് നമുക്ക് കമ്പൈൻ ചെയ്യേണ്ടത്. ഓക്കെ. അതായത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഫ്ലവറും, അതായത് ഓൾ പർപ്പസ് ഫ്ലവറും അതിന്റെ ഒപ്പം തന്നെ ബേക്കിംഗ് പൗഡറും കമ്പൈൻ ചെയ്തെടുക്കണം. സീവ് ചെയ്തെടുക്കണം. ഓക്കെ, സീവ് ചെയ്തെടുക്കണം. നമ്മൾ അതിനെ ഒരുമിച്ചാക്കി എടുക്കണം. അപ്പം അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ എന്താണ്? സീവർ യൂസ് ചെയ്യാം. സീവർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത്. അപ്പൊ സീവർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്പൈൻ ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് കേക്ക് ബേക്കിംഗ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, നമ്മളെ മെഷർമെന്റ് എല്ലാം എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ് ബേക്കിംഗിൽ. അപ്പോൾ അതിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സീവിംഗ് എന്ന് പറയുന്നത്. ഒരു 2-3 ടൈംസ് ഒക്കെ നിങ്ങൾ സീവ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ല കേക്ക് നിങ്ങൾക്ക് കിട്ടും. അത്രയും നല്ല എയറി ആയിട്ടുള്ള നല്ല സ്പോഞ്ച് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത്രയും ടൈംസ് സീവ് ചെയ്യണം. 2-3 ടൈംസ് നമുക്ക് സീവ് ചെയ്യാം. ഈ 2 ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് 2-3 ടൈംസ് നമുക്ക് സീവ് ചെയ്യാം. ഓക്കെ. അപ്പോൾ കേക്ക് ബേക്കിങ്ങിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോസസ്സിലേക്ക് നമുക്ക് പോയാലോ? യെസ്, നമുക്ക് സീവ് ചെയ്യാം. നമുക്കപ്പോൾ ഈ ഫ്ലോറും ഈ ബേക്കിംഗ് പൗഡറും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്കിതൊന്ന് കമ്പൈൻ ചെയ്യാനായിട്ട് ഈ വിസ്ക് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിന്റെ പേര്, ഈ ഒരു ടൂളിന്റെ പേരാണ് ഹാൻഡ് വിസ്ക് ആണ്. ഓക്കെ. ഇത് കമ്പൽസറി ഒന്നും അല്ല, നമുക്ക് സ്പൂൺ വെച്ചൊക്കെ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്തിട്ടായാലും ഇത് കമ്പൈൻ ചെയ്തെടുക്കാം. അപ്പം ഞാനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഹാൻഡ് വിസ്ക് യൂസ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഇനി എന്താ ശരി നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇനി നമുക്ക് കേക്ക് ടിന്നിൽ ഗ്രീസ് ചെയ്യാം. ഓ, അപ്പൊ ഇതില് പറയുന്നതാണ് കേക്ക് ടിൻ.
കേക്ക് ടിൻ. ഇതാണ് കേക്ക് ടിൻ. ഇത് നമുക്ക് ഗ്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓയിലോ ബട്ടറോ വെച്ചിട്ട് നമ്മൾ ബ്രഷ് ചെയ്യാണ്. ഓക്കെ. അപ്പോൾ സ്റ്റിക്കിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്യാം. ഇതിപ്പോൾ ഞാനൊരു മെഷറിംഗ് കപ്പിലാണ് ഓയിൽ എടുത്തിരിക്കുന്നത്. ഓക്കെ. ഇതിന് പറയുന്ന ഈ ടൂളിന് പറയുന്ന മെഷറിംഗ് കപ്പാണിത്. ഓക്കെ. അപ്പോൾ ഇതിലാണ് നമ്മൾ ഇപ്പോൾ ഞാൻ തൽക്കാലം ഇതിലൊന്ന് എടുത്തുന്നേ ഉള്ളൂ. നമുക്ക് ഓയിൽ ഗ്രീസ് ചെയ്യാം. ഇത് ഈ ടൂളിന് പറയുന്ന പേരെന്താണ്? ഇത് ഓയിൽ ബ്രഷ് ആണ്. ഓയിൽ ബ്രഷ് അല്ലേ? എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അല്ലേ? ഇത് ഇങ്ങനെ ചെയ്താൽ സ്റ്റിക്ക് ചെയ്യത്തില്ല. സ്റ്റിക്കിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓയിൽ ഗ്രീസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഒരു പാച്ച്മെന്റ് ഷീറ്റ്, ബട്ടർ പേപ്പർ എന്നൊക്കെ പറയും ഇതിന്. ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ഇതിന്റെ പേര് പാച്ച്മെന്റ് ഷീറ്റ്. പാച്ച്മെന്റ് ഷീറ്റ്. അതെ. ഇതിപ്പോ ഞാൻ ഈ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുക. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് പ്ലേസ് ചെയ്യാം. ജസ്റ്റ് അതിലേക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒട്ടിച്ചു കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ഈ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള ഒരു കേക്ക് ടിന്നാണ്. കേക്ക് ഇങ്ങനെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിന് പറയുന്ന പേരാണ് കേക്ക് ടിൻ എന്നുള്ളത്. അതിനകത്ത് നമ്മൾ ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഓയിൽ അല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്ത് നമ്മൾ ഗ്രീസ് ചെയ്യാണ്. ഇതിനകത്ത് നമ്മൾ ഈ പറയുന്ന ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാച്ച്മെന്റ് പേപ്പർ എന്ന് പറയുന്നത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഈ പേപ്പറിന് പറയുന്ന പേരാണ് പാച്ച്മെന്റ് പേപ്പർ എന്നുള്ളത്. നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പം നമ്മളിപ്പം ടിന്നൊക്കെ റെഡിയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത പ്രോസസ്സ് എന്താണ്? ഇനി നമുക്ക് അവൻ പ്രീഹീറ്റ് ചെയ്യണം. ഓക്കെ. അവൻ നമുക്കൊരു 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്യണം. അപ്പം ഏത് അവനാണ് യൂസ് ചെയ്യുന്നത്? കയ്യിലുള്ളത് OTG ആണ്. അത് ഹാവൽസിന്റെ OTG ആണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പൊ എത്ര സമയം വേണ്ടി വരും അതിൽ ചെയ്യാനായിട്ട്? അതിപ്പോ ഓരോരുത്തരുടെ അവനിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എൻ്റെതിലിപ്പോൾ ഒരു 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ എനിക്ക് 1 kg കേക്ക് ബേക്ക് ആയിട്ട് കിട്ടും. നമ്മുടെ ഇന്നത്തെ സ്പഞ്ച് കേക്ക് റെഡി ആയി കിട്ടും. അതെ. അപ്പൊ അത് ആവുന്നതിന് മുന്നേ നമുക്കൊരു 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്യാം. അതിന്റെ ആ പ്രോസസ്സിങ്ങിന്റെ പേരാണ് പ്രീഹീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ അവനിൽ ചൂടാക്കാൻ വെക്കുന്ന ആ ഒരു ടൈമിന് പറയുന്നതാണ് പ്രീഹീറ്റ് എന്ന് പറയുന്നത്. അതെ. നമ്മൾ കേക്ക് കൊണ്ട് നമ്മൾ ഒന്നുമില്ലാതെ ഓവനിൽ വെച്ച് കഴിഞ്ഞാൽ അത് കേക്ക് ആയിട്ട് കിട്ടില്ല. അതിന് മുമ്പ് ഒരു സെറ്റിംഗ്സ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ആ അവൻ ചൂടായിരിക്കും നമ്മൾ അകത്തേക്ക് വെക്കുമ്പോൾ. അപ്പൊ അതിന് പറയുന്ന ടേം തന്നെയാണ് പ്രീഹീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഒരു ടേം കൂടെ പഠിച്ചല്ലോ അല്ലെ? നമ്മൾ അവൻ ചൂടാക്കാനായിട്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ്സ് ചൂടാക്കാൻ വെക്കണം. അതിന് പറയുന്ന ടേം ആണ് പ്രീഹീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കിയാലോ അശ്വതി? ഉറപ്പായിട്ടും. നമുക്ക് സ്റ്റാൻഡ് മിക്സറിൽ നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാം. സ്റ്റാൻഡ് മിക്സർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നോർമലി നമുക്ക് ഹാൻഡ് വിസ്ക് കൊണ്ട്, നമ്മൾ മുമ്പ് പരിചയപ്പെട്ട ഹാൻഡ് വിസ്ക് കൊണ്ട് തന്നെ നമുക്ക് ബീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ഈ സ്റ്റാൻഡ് മിക്സറിലാണ് ബീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ചാണ് ഈ ബീറ്ററിലേക്ക് ഞാൻ ഇടുന്നത്. എഗ്ഗ് നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൗഡേർഡ് ഷുഗർ ഇടാം. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഞാനിത് ഒരുമിച്ച് ബീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടത്. നമ്മൾ വിസ്ക് വെച്ചോ ഹാൻഡ് ബീറ്റർ കൊണ്ടോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് സെപ്പറേറ്റ് എഗ്ഗ് ബീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഷുഗർ പൗഡർ ചേർത്താൽ മതി. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരുമിച്ചിട്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസും കൂടി ഒഴിക്കാം. കുറച്ച് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഈ മിൽക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിരിക്കുകയാണ്. ബീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ബാറ്റർ റെഡിയാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നതെന്ന് നമുക്ക് അശ്വതിയോട് ഒന്നുകൂടെ ചോദിക്കാം. നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അശ്വതി ഇട്ടിരിക്കുന്നത്? അശ്വതി, നമ്മൾ എഗ്ഗും പൗഡേർഡ് ഷുഗറും കൂടി ഒരുമിച്ച് ബീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഓയിൽ ചേർത്തു. അവസാനമായിട്ട് നമ്മൾ ഫ്ലോർ ഇടുന്നു. ഫ്ലോർ ഇട്ടിട്ട് മിൽക്കും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തതാണിത്. ഓക്കെ. ഈ ബീറ്റ് ചെയ്ത് വരുന്നതിനെ നമ്മൾ പറയുന്ന പാറ്റേൺ എന്നാണ്. കാരണം ഇതൊരു മിക്സാണ്, എല്ലാം കൂടെ ഉള്ള ഒരു മിക്സാണ്. അപ്പം ആ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേര് ബീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കേക്കിനകത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നതിനെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുക എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററാണ്. ഇങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത്. ഇനി നമ്മൾ എന്താ അശ്വതി ചെയ്യാൻ പോകുന്നത്? ഇത് നമുക്കൊന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പൊ ഈ ഒരു സംഭവത്തിന് എന്താ പറയുന്നത്? സ്പാറ്റുലയാണ്. ഇതിന് പറയുന്ന പേരാണ് സ്പാറ്റുല. അപ്പൊ മനസ്സിലായല്ലോ, ഇങ്ങനെ ഒരു കേക്കിന് നമ്മൾ മിക്സ് ചെയ്യുന്ന ഒരു ഐറ്റത്തെ പറയുന്ന പേരാണ്, ഒരു ടൂളിനെ പറയുന്ന പേരാണ് സ്പാറ്റുല. അപ്പൊ ഇതെന്താ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്? ഇതിപ്പോൾ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതൊന്നും നമ്മൾ മിക്സ് ചെയ്യുന്നതിന് പറയുന്ന ഒരു പേരാണ്
ഫോൾഡിംഗ് എന്ന് പറയുന്നത്. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുന്നതിന് നമ്മൾ ഫോൾഡിംഗ് എന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ കുത്തി ഇളക്കിയല്ല ചെയ്യുന്നത്, ജസ്റ്റ് നമ്മൾ ഒരു ജെന്റിൽ ആയിട്ട് ചെയ്യണം. ഒരു കട്ട് ആൻഡ് ഫോൾഡിംഗ് എന്ന് പറയും ഇതിന്. ജസ്റ്റ് നമ്മൾ എന്താണ് അതിന് പറയുന്നത്? കട്ട് ആൻഡ് ഫോൾഡിംഗ്. അതെന്താ അങ്ങനെ പറയുന്നത് കട്ട് ആൻഡ് ഫോൾഡിംഗ്? അത് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുവല്ല, നമ്മൾ വളരെ ജെന്റിലായിട്ട് ഇത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ചെയ്യുന്നതിനാണ് നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ഓക്കെ, ഈ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഇപ്പൊ നമ്മള് ബാറ്റർ ഒഴിച്ചില്ലേ, അപ്പൊ അതിന്റെ കൺസിസ്റ്റൻസി ശ്രദ്ധിച്ചിരുന്നോ ശ്രുതി? അതൊരു റിബൺ പോലെ പോകും. നമ്മൾ റിബൺ കൺസിസ്റ്റൻസി എന്നാ പറയുന്നത്. അപ്പൊ ആ റിബൺ കൺസിസ്റ്റൻസി ഉണ്ടായാലേ നല്ലൊരു കേക്ക് കിട്ടും. അതെ, അത്യാവശ്യം നല്ലൊരു കേക്ക് കിട്ടും. ഇത് നമ്മൾ ഒഴിച്ചു വെച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ നിറയെ എയർ ബബിൾസ് ഉണ്ട്, ശ്രുതിക്ക് കാണാൻ പറ്റുന്നില്ലേ? അപ്പൊ നമുക്കിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് വേണം വെക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൽ നിറയെ ഹോൾസ് ആയിരിക്കും. ടാപ്പിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്ക്യൂർ, അതൊരു സ്ക്യൂർ ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ എയർ ബബിൾസ് ഒക്കെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് അവനിലേക്ക് വെക്കാം. വീണ്ടും ടെമ്പറേച്ചർ നമുക്ക് ഒരു ടെമ്പറേച്ചർ 170 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്യാം. നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേക്ക്. അപ്പോൾ അതൊരു 170 ഡിഗ്രി സെൽഷ്യസിൽ നമ്മളൊരു 30 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. 30 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് ബേക്ക് ആയോന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വാനില സ്പഞ്ച് റെഡി ആയല്ലേ? ഇനി നമ്മൾ എന്താ അശ്വതി ചെയ്യാൻ പോകുന്നത്? ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. ഐസിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടൂൾസ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ഐസിങ്ങിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം ആണ് വേണ്ടത്. കാണുമ്പോൾ തന്നെ ഭയങ്കര വിപ്പിംഗ് ക്രീം നമ്മൾ ഓൾറെഡി നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് വിപ്പിംഗ് ക്രീം. പിന്നെ നമുക്കിത് കട്ട് ചെയ്യണം, കേക്ക് സ്ലൈസ് ചെയ്യണം നമുക്ക് ഐസിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബ്രെഡ് നൈഫ് ഉണ്ട്. ഇതിന്റെ പേരാണ്, ഈ ടൂളിന്റെ പേരാണ്, ഇതാണ് നമുക്ക് ബ്രെഡ് നൈഫ്. ബ്രെഡൊക്കെ നോർമലി കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നൈഫാണ് അത്. ബ്രെഡ് നൈഫ് ഉണ്ട്. പിന്നെ ഇത് ഐസിങ് പാലറ്റ് ആണ്. ഐസിങ് പാലറ്റ് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ, വിപ്പിംഗ് ക്രീം ഒക്കെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഐസിങ് പാലറ്റ്. അത്രയും തന്നെ ഉള്ളൂ. പിന്നെ ഇത് ചെറിയൊരു ഐസിങ് പാലറ്റ്. പിന്നെ നമുക്ക് കുറച്ച് സ്ക്രേപ്പേഴ്സ് ഉണ്ട്. നമുക്ക് ഇത് നമുക്ക് ഐസിങ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് കേക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്ക്രേപ്പേഴ്സ്. ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, ഞാൻ 2-3 എടുത്ത് വെച്ചതേ ഉള്ളൂ. സ്ക്രേപ്പേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കണം. ഇതിനെയാണ് പൈപ്പിംഗ് ബാഗ് എന്ന് പറയുന്നത്. ദിസ് ഇസ് നോസിൽ. ഇതെന്താണ്? പൈപ്പിംഗ് ബാഗ്. ഇതിനുള്ളിലാണ് നമ്മൾ വിപ്പിംഗ് ക്രീം നിറയ്ക്കുന്നത്. പിന്നെ നമുക്ക് നോസിൽസ്. ശ്രുതി, നമ്മളത് കേക്ക് നമ്മൾ ഒരു ടേൺ ടേബിളിന്റെ, ഇതിന്റെ പേരാണ് ടേൺ ടേബിൾ എന്നാണ് ഇതിന്റെ പേര്. ടേൺ ടേബിൾ. ഇതിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാം. അതെ അതെ, നമുക്കിപ്പോൾ ഐസിങ് ഒക്കെ ചെയ്യുമ്പോൾ അത് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ടേൺ ടേബിൾ. അപ്പോൾ അത് അതിന്റെ പുറത്ത് ഞാൻ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. 3 സ്ലൈസസ് ആക്കാം നമുക്ക്. 3 സ്ലൈസസ് ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ചെയ്യാം. ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിത് 3 സ്ലൈസ് ആക്കിയിട്ടുണ്ട്. 3 സ്ലൈസ് ആക്കിയിട്ടുണ്ട്. ഇതെന്താണ് സംഭവം? ഇത് കേക്ക് ബോർഡാണ്. കേക്ക് ബോർഡ് നമ്മുടെ കേക്കിനെക്കാട്ടിലും കുറച്ചും കൂടി വലുതായിരിക്കണം. ഇച്ചിരി വലുതായിരിക്കണം. അതെ. അപ്പം നമുക്ക് ആദ്യം ഒരു ഇത്തിരി ക്രീം സ്പ്രെഡ് ചെയ്തിട്ട്, ക്രീം ഞാൻ ഈ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. ഒരു നോസിലും ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇത്തിരി ഒരു ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഫസ്റ്റ് ലെയർ ഓഫ് കേക്ക് വെച്ച് കൊടുക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടല്ലേ? അത് അവിടുന്ന് വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കേക്ക് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഷുഗർ സിറപ്പാണ്. ഷുഗർ സിറപ്പാണ്. ഒരു 1 കപ്പ് വാട്ടറിൽ ഒരു 1/2 കപ്പ് ഷുഗർ നമ്മൾ ബോയിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഷുഗർ സിറപ്പ് കിട്ടും. ഇത് നന്നായിട്ട് നമ്മൾ വെറ്റ് ചെയ്യണം അല്ലേ കേക്ക് ഇങ്ങനെ? അതെ. ഒരുപാട് ആവരുത്. ഒരുപാട് ആയിക്കഴിഞ്ഞാൽ കേക്ക് നമുക്ക് കട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അത്രയും സോഫ്റ്റ് ആയി. അതെ അതെ അതെ. ഒരുപാട് ഓവറായി കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യാണല്ലേ നമ്മൾ? ഇതെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കാം. വെനില കേക്ക്, പ്ലെയിൻ വെനില ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഓരോ കേക്കിനനുസരിച്ച് ഫില്ലിങ്ങിലെല്ലാം വ്യത്യാസം വരും. ഓക്കെ. ബേസിക് സ്പഞ്ച് ഇത് തന്നെയായിരിക്കും.
ക്രീം കവർ ചെയ്യാൻ പോവാണ് അല്ലേ? ഫുൾ ക്രീം കവർ ചെയ്യാന്ന് പറഞ്ഞാൽ നോർമലി ഇപ്പം ഞാൻ കവർ ചെയ്യാൻ പോവാ. ശരിക്കും ഇതിപ്പോൾ നമ്മൾ പറയുന്നതിന് ഇതിന് ക്രം കോട്ടിംഗ് എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ക്രം കോട്ടിംഗ്. ക്രംസ് ഇല്ലേ ഇതിൻ്റെ, അപ്പോൾ അതിനെയൊക്കെ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും എടുത്തിട്ട് ഫൈനലൈസിങ് ചെയ്ത് ഫിനിഷ് ചെയ്യുക ചെയ്യുന്നത് നോർമലി. ഇപ്പം നമ്മുടെ സമയം പോലെ നമുക്ക് ഇപ്പം തന്നെ നമുക്കിത് ഫിനിഷ് ചെയ്യാം. നമുക്ക് മുഴുവനായിട്ട് നമുക്ക് കേക്ക് ഈ ക്രീം കൊണ്ട് കവർ ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യണം. യെസ്. ഇതെന്താണ് അശ്വതി? ഇത് സ്ക്രേപ്പറാണ് ശ്രുതി. നമുക്കിതൊന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ക്രേപ്പർ യൂസ് ചെയ്യുന്നത്. എങ്ങനെ? ഇത് നമ്മൾ ഇങ്ങനെ ഒന്ന് സൈഡ് ചരിച്ച് പിടിച്ചിട്ട് നമ്മൾ ഈ ടേൺ ടേബിൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് കേക്ക് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കും. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പെർട്ടിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. അങ്ങനെയില്ല. നമ്മൾ കുറച്ച് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഓട്ടോമാറ്റിക്കലി ബാക്കി നമുക്ക് എവിടെയെങ്കിലും ഫില്ലായിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ അവിടെ നമുക്ക് ഈ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അല്ലേ? ശ്രുതി, ഞാനൊരു ഗ്രീൻ കളർ ഇത്തിരി വിപ്പിംഗ് ക്രീമിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ചെറിയൊരു ഡിസൈൻ കൊടുക്കാം. ഇതിപ്പം എന്തോരം ക്രീം വേണ്ടി വരും നമുക്ക്? ഈ ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 കപ്പ് വിപ്പിംഗ് ക്രീം മതി. 1 കപ്പ് കൊണ്ട് ഒരു ഫുൾ കേക്ക് ചെയ്തെടുക്കാം. അതിന്റെ ഒരു പോർഷൻ തന്നെയല്ലേ നമ്മൾ കളർ? അതെ. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് ഞാനിത് മിക്സ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇത് ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു ഡിസൈൻ ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നിരിക്കുക അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് ഒരു ചെറിയൊരു ടോപ്പറും മെറി ക്രിസ്മസിന്റെ ഒരു ടോപ്പറും കൂടി വെച്ചു കൊടുക്കാം. ഒരു ടോപ്പർ വെക്കാൻ പോവാണ് നമ്മൾ. ഇങ്ങനെ ഇത് നമ്മൾ വാങ്ങിക്കാൻ കിട്ടുമോ ഇങ്ങനെ തന്നെ? അതെ. ഇത് ഏത് വേണമെങ്കിലും, ബർത്ത്ഡേ ആണെങ്കിൽ അതിന്റെ, ആനിവേഴ്സറി ആണെങ്കിൽ അതിന്റെ ഒക്കെ ടോപ്പേഴ്സ്. ഓൺലൈൻ ആണോ അതോ അശ്വതി വാങ്ങിക്കുന്നത്? ഞാൻ ഷോപ്പിൽ പോയി തന്നെ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ജസ്റ്റ് കുത്തി കൊടുക്കാം. അപ്പം നമ്മൾ വളരെ ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വലിയ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ വളരെ നന്നായിട്ടുണ്ട്. ഭയങ്കര ടെംപ്റ്റിംഗ് ആണ് സംഭവം. അപ്പോൾ അശ്വതി നമുക്ക് എത്ര പെട്ടെന്ന് ഒരു കേക്ക് ഉണ്ടാക്കി തന്നതെന്ന് കണ്ടോ? എന്ത് രസമുണ്ടല്ലേ കാണാനായിട്ട്. നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ചെറിയ ടൈമിനുള്ളിൽ അശ്വതി നമുക്ക് ഉണ്ടാക്കി തന്നു. താങ്ക് യു സോ മച്ച് അശ്വതി. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കിയോളൂ. നമ്മുടെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുറേ കാര്യങ്ങൾ ഇന്ന് പഠിച്ചിട്ടുണ്ട്. ബേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ്, ടൂൾസ്, അതിന് യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഇൻഗ്രീഡിയൻസ് ആയിട്ടും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇത് പല ബേക്കേഴ്സിനും യൂസ് ചെയ്യുന്നതാണ്. ഇനി ബേക്കിംഗ് അറിയാവുന്നവർക്കും ബേക്കിംഗ് ചെയ്യുന്നവർക്കും മാത്രമല്ല എല്ലാവർക്കും തന്നെ പറയാൻ പറ്റുന്ന കുറേ ടേംസ് ആണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇനി ഇതെല്ലാം യൂസ് ചെയ്തോളൂ. അപ്പോൾ ഈ ക്രിസ്മസ് കാലത്ത് തീർച്ചയായും അശ്വതിയുടെ കേക്ക് നിങ്ങൾ ഓർഡർ ചെയ്തോളൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം മറ്റൊരു ക്രിയേറ്റീവ് വീഡിയോയുമായി ഞങ്ങൾ തീർച്ചയായും വരുന്നതാണ്. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം മീ ശ്രുതി ആൻഡ് അശ്വതി.